തിരുവോണ ദിവസം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ഇല്ലേ, പഴം നുറുക്ക്. ഞാനും അതൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ. ഈ മധുരത്തോടൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമുക്ക് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലാട്ടോ ഞാൻ പഴം എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നേന്ത്രപ്പഴം ആട്ടോ എടുക്കുന്നത്. നേന്ത്രപ്പഴം എത്ര പഴുത്തതാണ് അത്രയും നല്ലതാട്ടോ. പഴം ഞാൻ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായി പോകരുത് കേട്ടോ. ഈ ഒരു ഇതിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നു. ഇത്രയും ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ശർക്കര ഞാനൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു ശർക്കരയുടെ പകുതി വെള്ളം എടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല രീതിയിൽ ഉരുക്കി വരും. അതിനുശേഷം നമുക്കത് അരിച്ചെടുക്കണം. അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അരിച്ചിട്ട് വേണം കേട്ടോ ശർക്കര എടുക്കാനായിട്ട്. ഈ ശർക്കര തിളച്ച് വരുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഡയറക്റ്റ് ഏലക്ക ചതച്ചിട്ട് ഈ ശർക്കരയുടെ ഒപ്പം ഇട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏലക്കപ്പൊടി ഉണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നീട് ചേർത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നെയ്യിലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് കുത്തി ഉടഞ്ഞു പോകരുത്, എന്നാൽ കുറച്ച് പീസായിട്ട് കിടക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. ഒത്തിരി ഉടയാൻ പാടില്ല, എന്നാൽ നെയ്യിൽ കിടന്നിട്ട് അത്യാവശ്യം പഴം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര എടുക്കുമ്പോഴെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് കളറുള്ള ശർക്കര എടുക്കണമെങ്കിൽ, കറുപ്പ് ഷെയ്ഡുള്ള ശർക്കര എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും കേട്ടോ. അടുത്തത് നമുക്ക് ഈ പഴവും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വറ്റിക്കുമ്പോൾ അതായത് ഒരുപാട് ഡ്രൈ ആയി പോകരുത്. നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അത്യാവശ്യം തിക്കായിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മളിത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ശർക്കരയെ പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ തേങ്ങയിൽ നിന്ന് ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാലിൽ അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ ശർക്കരയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ശർക്കര വറ്റിച്ചതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലും ഇതിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. തേങ്ങാപ്പാലും വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടും കേട്ടോ. അത് ഈ രീതിയിൽ കിട്ടുന്നുണ്ട്. ശർക്കരയ്ക്ക് നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഏലക്കപ്പൊടി ഏലക്ക നമ്മൾ ഓൾറെഡി ശർക്കരയിൽ ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ ചേർക്കുന്നില്ല. ഇല്ലയെന്നാണെങ്കിൽ അതായത് ഏലക്ക പൊടിച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഈ ജീരകത്തിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തിരുവോണ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ തിരുവോണ ദിനത്തിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.